ഡാഡി പോന്നു. ഒന്നും അറിയിച്ചു പോലുമില്ലല്ലോ. ഫോൺ ചെയ്യായിരുന്നില്ലേ ഡാഡി? നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ നിന്റെ ഓഫീസിൽ പോയിട്ടാ വരുന്നത്. ഒരു ജേർണലിസ്റ്റിന് ഓഫീസിനുള്ളിൽ മാത്രം അടങ്ങിയിരിക്കാൻ പറ്റുമോ ഡാഡി? ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതിന്റെ ഒക്കെ പിന്നാലെ എന്റെ മോള് പോയേ പറ്റുമല്ലേ? ഡാഡി ഇന്ന് നല്ല മൂഡിലല്ല. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഡാഡി ഇരിക്കെ. ഞാൻ അയച്ച എഴുത്തുകളൊക്കെ കിട്ടിയില്ലേ? കിട്ടി. പിന്നെന്താ മറുപടി അയക്കാത്തത്? മറുപടി പുതിയതായി ഒന്നും പറയാനില്ലാത്തോണ്ട് തന്നെ. എന്നാൽ എന്റെ തീരുമാനം ഞാൻ അങ്ങോട്ട് പറയാം. ചെറുക്കന്റെ വീട്ടുകാർ വന്നിരുന്നു. കല്യാണം ഉടനെ നടത്തണമെന്നാണ് അവര് പറയുന്നത്. പിന്നെ നിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ട് പെണ്ണ് കാണൽ ചടങ്ങൊന്നും വേണ്ടാന്നും പറഞ്ഞു. പക്ഷേ ആചാരം മുടക്കരുതല്ലോ. അടുത്ത ഞായറാഴ്ച ചെറുക്കനോടും കൂട്ടരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ തന്നെ നീ ലീവ് എടുത്ത് വരണം. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഡാഡി ഇത്ര ബുദ്ധിമുട്ടുന്നില്ല. എനിക്ക് വിഷമം. ഞാനിപ്പോ ലീവ് എടുക്കാനും പോകുന്നില്ല, കല്യാണത്തിന് സമ്മതിക്കാനും പോകുന്നില്ല. ഡോക്ടറെ സ്വാധീനിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. 20 ദിവസത്തിനകം വാദിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നെങ്കിൽ കേസ് 324 നിന്നേനെ. ഇതിപ്പോ 326 ആയി. 10 കൊല്ലം വരെ ജയിലിൽ കിടക്കേണ്ടതായി വരും. അയ്യോ വക്കീലേ, ആരോട് ചോദിച്ചിട്ടാണോ കുത്താൻ പോയത്? 50 രൂപയുടെ വായ്പ കേസല്ലേ കത്തിക്കുത്ത് വരെ എത്തിച്ചത്. അനുഭവിച്ചോ? സാക്ഷികളെ കുറെയൊക്കെ സ്വാധീനിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് വിശ്വാസമില്ല. കൂട്ടുകയറിയെന്ന് ബബ്ബ എന്ന് പറയുന്ന സാക്ഷികളെ കൊണ്ട് ഒരു കാര്യമില്ല. സാക്ഷികൾ സ്ട്രോങ് ആവാത്തിടത്തോളം കാലം എന്നെ കുറ്റപ്പെടുത്തരുത്. അയ്യോ വക്കീലേ, അങ്ങനെ കൈയൊഴിയല്ലേ. എന്തായാലും കോടതി കാണാം. ഗുണസ്ഥന്റെ ഫീസ്, സ്റ്റാമ്പ് പേപ്പർ, കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ കാശൊക്കെ കരുതിക്കൊള്ളൂട്ടോ. ഇതെവിടേക്കാണ്? തനിച്ചിവിടെ എന്ത് ചെയ്യാനാ? ഞാനും വരുന്ന വക്കീലിനോട്. എവിടേക്ക്? വക്കീൽ എവിടേക്കാണോ അവിടേക്ക്. ഞാൻ കോടതിയിലേക്കാ. ആയിക്കോട്ടെ. ഞാനവിടെ ഭയങ്കര ബിസി ആയിരിക്കും. ബിസി ആയിക്കോന്നേ. പരോള് കഴിയുന്നതിന് മുമ്പ് നല്ല 2 നോവൽ എഴുതി ഫിനിഷ് ചെയ്യും. ഇവിടെ ഇരുന്നോ.